ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സോജീനിയസ് ഫാക്ടേഴ്സ് ഓഫ് എഗ്രഷൻ ആണ്. ഇപ്പോൾ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എക്സോജീനിയസ് ഫാക്ടേഴ്സിൽ വരുന്നതാണ് സ്റ്റാർവേഷൻ, ഫ്രസ്ട്രേഷൻ, റോൾ ഓഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അഗ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്, എപ്പറ്റൈറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, സെക്സ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഹംഗ്രി ആയിട്ടുള്ള എനിമൽസ് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹംഗ്രി എനിമൽസ് വിഗറസ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഈ ഒരു നമ്മളൊരു പെർട്ടിക്കുലറായിട്ട് ചില ബേർഡ്സിൻ്റെ കേസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പീരീഡ് ഓഫ് സ്റ്റാർവേഷൻ്റെ സമയത്ത് ഭക്ഷണം കിട്ടാതിരിക്കുന്ന സമയത്ത് അവരുടെ ഫൈറ്റിംഗ് ബിഹേവിയേഴ്സൊക്കെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫ്രസ്ട്രേഷൻ അഗ്രഷനെ എലിസിറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആ ഗോളിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. സോ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ് അഗ്രസീവ് ബിഹേവിയറിന് വേണ്ടിയിട്ടുള്ള. ഹംഗ്രി എനിമൽസ് അവർക്കൊരു മോട്ടിവേഷനാണ് ഫ്രസ്ട്രേഷൻ. അങ്ങനെ എന്തുണ്ടാവും, അവർ അഗ്രസീവ് ബിഹേവിയറിലേക്ക് കാണിക്കുന്നു. ഇപ്പം നമ്മുടെ കേസാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമുക്കൊരു എന്തെങ്കിലും കാര്യം നമുക്ക് വിചാരിച്ച് ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ഫ്രസ്ട്രേറ്റഡ് ആയ സമയത്ത് നമ്മൾ എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഓടി ഒളിക്കാനാണ് നോക്കുക. ആ സമയത്ത് നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും ഒരു ബിഹേവിയർ വേറൊരാളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ അഗ്രഷനിലൂടെയാണ് നമ്മുടെ ഒരു ഇത് പുറത്തേക്ക് കാണിക്കുക, ദേഷ്യം പുറത്തേക്ക് കാണിക്കുക. അതാണ് ഫ്രസ്ട്രേഷനും അഗ്രസീവ് ബിഹേവിയറിന് റീസൺ ആവാറുണ്ട്. പിന്നെ പറയുന്നതാണ് റോൾ ഓഫ് എക്സ്പീരിയൻസ് ഇൻ അഗ്രഷൻ. അഗ്രഷനെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസും കാരണമാവുന്നുണ്ട്. ഇപ്പോൾ ഒരു എനിമൽസിൻ്റെ കേസിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു എനിമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഗ്രസീവ് ബിഹേവിയേഴ്സ് കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനിൽ മൈസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈസ് ഒരു വീനിങ് സ്റ്റേജ് ഉണ്ട് മൈസിന്. പ്രീ വീനിങ് സ്റ്റേജും പോസ്റ്റ് വീനിങ് സ്റ്റേജും ഉദ്ദേശിക്കുന്നത് മൈസ് കുട്ടി ഒരു അമ്മയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സമയത്തിനെയാണ് നമ്മൾ പ്രീ വീനിങ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ നിന്ന് പാലൊക്കെ കുടിച്ച് അമ്മയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തിനെ പ്രീ വീനിങ് സ്റ്റേജ് എന്ന് പറയും. ആ സമയത്ത് മെയിലിൻ്റെ പ്രസൻസ് അവിടെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നതാണ് പറയുന്നത്. കുട്ടിയുടെ അഗ്രഷൻ കാരണമാവും കുട്ടിക്ക്. അതുപോലെ തന്നെ എന്നാൽ പോസ്റ്റ് വീനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പോസ്റ്റ് വീനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അവിടെ കുറയുന്നു. അമ്മയായിട്ട് ഡിറ്റാച്ച് ചെയ്യുന്ന സമയമാണ് വീനിങ് സ്റ്റേജിന് ശേഷമുള്ള സമയം. ആ സമയത്ത് അമ്മയിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് അമ്മയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സമയത്ത് പിയേഴ്സ് അവിടെ വേണം എന്നാണ് പറയുന്നത്. ആരെങ്കിലും പിയേഴ്സ് കൂടെ വേണം, അല്ലെങ്കിൽ മൈസിലത് അഗ്രഷൻ ബിഹേവിയറിന് കാരണമാവും എന്നാണ് പറയുന്നത്. ഇനി റോൾ ഓഫ് അപ്പറ്റൈറ്റ്. അപ്പറ്റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു ഗോളിനെയാണ്, നമ്മുടെ ഡ്രൈവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈവ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അഗ്രഷൻ കൂടി കുറഞ്ഞും വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലെ ഡ്രൈവ് കൂടുന്നതിനനുസരിച്ച്, ഉള്ളിലെ ആ ഒരു മോട്ടിവേറ്റഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച്, അപ്പറ്റൈറ്റ് കൂടുന്നതിനനുസരിച്ച് അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് വിന്നിങ് എനിമൽസ് വളരെ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയും ലോസ് ആവുന്ന എനിമൽസിനേക്കാളും സക്സഷൻ ഓഫ് ലോസസ് കൂടുതലായിട്ടുള്ള ആളുകളിൽ എന്താണ് ഫൈറ്റിംഗ് എബിലിറ്റി കുറവായിട്ടിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അതാണ് എപ്പറ്റൈറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെയാണ് സെക്സ് ഹോർമോൺസ് എന്ന് നമ്മൾ പറഞ്ഞു അഗ്രഷന് കാരണമാവുന്നുണ്ട്. ബ്രീഡിങ് സ്പീഷീസിലുള്ള സെക്സ് ഹോർമോൺസ് അഗ്രഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊണാഡിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അഗ്രഷൻ ബിഹേവിയർ പാറ്റേൺസിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഗ്രഷൻ ബ്രീഡിങ് സമയത്ത് കോമ്പറ്റീഷൻസ്, ബ്രീഡിങ് ടെറിട്ടറീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ റാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീ സ്റ്റിമുലസ് ബോഡിയിൽ ചില സമയത്ത് കാണിക്കും. ബ്രീഡിങ് പീരീഡിൻ്റെ സമയത്ത് കീ സ്റ്റിമുലസിനനുസരിച്ച് ബിഹേവിയർ പാറ്റേൺസിൽ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ മെയിൽ സ്റ്റിക്കിൾ ബാഗ്സിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ സ്റ്റിക്കിൾ ബാഗ്സിൻ്റെ എന്തുണ്ട്, അവിടെ നമുക്ക് മെയിൽ സ്റ്റിക്കിൾ ബാഗ്സ് കോമൺലി റെഡ് കളറാണ് അവരുടെ ബെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ബ്രീഡിങ് സമയത്ത് ഈ ഒരു റെഡ് ബെല്ലി ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ടെറിട്ടറിയിൽ വന്നു കഴിഞ്ഞാൽ സെയിം സെക്സിലുള്ള മെയിൽ എന്ത് ചെയ്യും, ഈ റെഡ് ബെല്ലീനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനോട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു മോഡൽ പഠിച്ചിരുന്നു. അപ്പോൾ അവർ
ആർട്ടിഫിഷ്യലി മോഡലിൽ റെഡ് കളർ ബെല്ലി കൊടുത്തപ്പോൾ അതിനോട് എന്ത് ചെയ്യുന്നുണ്ട്, ആ റെഡ് ബെല്ലീനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ബേർഡാണ് റോബിൻ ബേർഡ്. റോബിൻ ബേർഡിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണുന്നുണ്ട്, ഈ ഒരു റെഡ് ടഫ്റ്റ് ഓഫ് ഫെതേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അഗ്രഷൻ എലിസിറ്റ് ചെയ്യാനായിട്ടുള്ള റീസണായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെക്സിനനുസരിച്ച് ഇപ്പോൾ മെയിൽ ആയിട്ടുള്ള ഓർഗാനിസം ആ ഒരു റെഡ് കളർ ഉണ്ടോ, റെഡ് ടഫ്റ്റ് ഓഫ് ഫെതേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവിയർ എക്സിക്യൂഷൻ നടത്തുന്നു. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിക്കിൾ ബാഗ്സിൻ്റെ കേസിലും റെഡ് ബെല്ലി നോക്കിക്കൊണ്ട് എന്തുണ്ടാവുന്നു, അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് കാണിക്കുന്നു. ഈ റോബിൻ ബേർഡിൻ്റെ വേറൊരു എക്സൈറ്റിംഗ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ട്രാഫിക് നോയ്സുകൾ കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് കാണിക്കുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അഗ്രഷൻ ആൻഡ് എനിമൽ ഹസ്ബൻഡറി. നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എനിമൽസിനെ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഈ ഒരു അഗ്രസീവ് പാറ്റേൺ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെയുള്ള ജീവികളെ വളർത്തുമ്പോൾ കോമൺ ആയിട്ട് അവർ കാണിക്കുന്ന അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അഗ്രഷൻ കൂടുതലുള്ള ആളുകളെ ഒന്നിച്ചിടാതിരിക്കാം. അതുപോലെ തന്നെ അവരെ നോക്കുന്ന രീതികളിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഹ്യൂമണിൻ്റെ ഡൊമസ്റ്റിക്കേഷന് കുറച്ചുകൂടി നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു അഗ്രഷൻ ബിഹേവിയറിൻ്റെ നോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിഷിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും പേരും ഒന്നിച്ചു പോവാത്ത രണ്ട് ഫിഷിനെ നമ്മൾ ഒന്നിച്ചിട്ട് ഒരു എക്വേറിയത്തിൽ വളർത്താനായിട്ട് പാടില്ല. സെപ്പറേറ്റ് വേറെ ടാങ്കുകളിലാണ് വളർത്താം. അതുപോലെ ചില ബേർഡ്സിന് അല്ലെങ്കിൽ നമ്മൾ കോഴികളെ വളർത്തുമ്പോഴൊക്കെ അവർ തമ്മിൽ കൊത്തുകൂടാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കൂട് കൊടുക്കണം. അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക്കേഷന് വേണ്ടി പ്രത്യേകം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അഗ്രസീവ് ബിഹേവിയറും നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതാണ് അഗ്രഷൻ ആൻഡ് എനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഗ്രഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പോൾ അഗ്രഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ ഇൻട്രാസ്പെസിഫിക് കോൺഫ്ലിക്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ കുറയ്ക്കുകയാണ്. പകരം ബിഹേവിയർ അഗ്രഷൻ നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള അറ്റാക്കിന് പകരം ബാക്കിയുള്ളതും ഈ ഒരു അഗ്രഷനിൽ പെടുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അറ്റാക്കിങ് കുറച്ച് അവരുടെ ഇൻട്രാസ്പെസിഫിക് കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു അഗ്രഷൻ പാറ്റേൺസ് ഒരു സ്പീഷ്യസിന് പർട്ടിക്കുലർലി സെയിം പാറ്റേണിലാണ് അവർ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എനിമലിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അഗ്രഷനിലാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹോണൊക്കെയുള്ള എനിമൽസ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അറ്റാക്കിംഗ് പാറ്റേൺസ് ഒരുപോലെ ആയിരിക്കും. അങ്ങനെ നമുക്ക് കണ്ട് അഗ്രഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അഗ്രഷൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഫുഡ്, റിസോഴ്സസ്, മെയിൻലി ഫുഡ്, ടെറിട്ടറി, മെയ്റ്റിനെയൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഡിഫെൻഡിങ്ങിനും ഒപ്റ്റെയിനിങ് ഓഫ് റിസോഴ്സസിന് നമുക്ക് അഗ്രഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു കൺസ്പെസിഫിക് റൈവൽസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ടെറിട്ടറി മാർക്കിങ്ങിനും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ തന്നെ എന്താണ് അഗ്രഷൻ മോസ്റ്റ്ലി അവോയ്ഡിങ് ഫൈറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യാനായിട്ടും റിച്വൽസും പോസ്റ്റേഴ്സൊക്കെ വെച്ച് സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ഫൈറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു അഗ്രഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഗ്രഷൻ ഈസ് എ കോംപ്ലക്സ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ഫോർ ദ ഡിഫെൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവോൾവിങ് കമ്മ്യൂണിക്കേഷൻ, അസസ്മെൻറ്റ്, ഓപ്പർച്യൂണിസം, എസ്കേപ്പ് ആൻഡ് ഫൈറ്റിംഗ് എബിലിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അഗ്രഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ അഗ്രഷൻ എന്താണ്, അഗ്രഷൻ്റെ മെയിൻ കോസുകൾ എന്താണ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അഗ്രഷൻ ബിഹേവിയറിൽ പറയാനായിട്ടുള്ളത്.